ഡിയർ സ്റ്റുഡൻസ്, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മൾ ഡാറ്റ പ്രോസസ്സിംഗ് സ്റ്റേജസ് പറഞ്ഞുല്ലേ. അതായത് എഡിറ്റിങ്, കോഡിങ്, ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ടാബുലേഷനാണ്. ടാബുലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ മെഷർമെൻറ്റ് ഓഫ് ഡാറ്റ ഇൻ കോളംസ് ആൻഡ് റോസ്. നമ്മൾ കളക്ട് ചെയ്ത്, എഡിറ്റ് ചെയ്ത്, കോഡ് ചെയ്ത്, ക്ലാസിഫൈ ചെയ്ത ഡാറ്റാസ് എന്ത് ചെയ്യണേ, അതിനെ ഒരു ഫൈനൽ അനാലിസിസ് സ്റ്റേജിലേക്ക് ആക്കി മാറ്റുകയാണ്. സോ ദ മെയിൻ പേർപ്പസ് ഓഫ് ടാബുലേഷൻ ഈസ് ടു പ്രിപ്പയർ ദ ഡാറ്റ ഫോർ ഫൈനൽ അനാലിസിസ്. അപ്പോൾ ഫൈനൽ അനാലിസിസിന് വേണ്ടിയിട്ട് ടാബിളാക്കിയിട്ട് മാറ്റുന്ന ആ ഒരു പ്രോസസ്സാണ് ടാബുലേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ സ്റ്റേജ് ബിറ്റ്വീൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ ആൻഡ് ഫൈനൽ അനാലിസിസ്. അപ്പോൾ ഫൈനൽ അനാലിസിസിൻ്റെ മുന്നേ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് വാട്ട് ഈസ് ടാബുലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ദ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഇസ് ദാറ്റ് ടു ക്ലാരിഫൈ ദ പേർപ്പസ് ഓഫ് എൻക്വയറി. അപ്പോൾ നമുക്കറിയാം എല്ലാ സ്റ്റഡിക്കും ഓരോ സ്റ്റഡിക്കും ഓരോ പേർപ്പസ് ഉണ്ട്. അപ്പോൾ തന്നെ ഡാറ്റ കളക്ട് ചെയ്തത് തന്നെ നമ്മൾ എന്ത് ചെയ്യണേ, ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ പേർപ്പസിന് അനുസരിച്ചിട്ട് ഡാറ്റയെ ഈസിലി അവൈലബിൾ ആക്കിയിട്ട് അല്ലെങ്കിൽ ക്ലിയർ ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാബുലേഷൻ ചെയ്യുന്നത്. സോ ടു ക്ലാരിഫൈ ദ പേർപ്പസ് ഓഫ് എൻക്വയറി, നമുക്ക് ആ ഒരു ടേബിൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിൽ എന്താണ് അടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. ദെൻ അനദർ വൺ ഈസ് ദാറ്റ് ടു മേക്ക് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഡാറ്റ ക്ലിയർ. അപ്പോൾ ടേബിളിലാക്കിയിട്ട് ഡാറ്റ വെക്കുമ്പോൾ നമുക്ക് ഒരു നമ്മളൊന്ന് സീൻ ചെയ്ത് നോക്കിയാൽ, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ടോട്ടൽ ഇൻഫോർമേഷൻ ആ വ്യൂ ചെയ്യുന്ന ആൾക്ക് കിട്ടും. സോ ദ ഡാറ്റ വിൽ ബി ക്ലിയർ ഇൻ ദി ടാബുലേഷൻ ഒരു ടേബിളിൽ എന്നുള്ളത്. ദെൻ അനദർ വൺ ഈസ് ദാറ്റ് ടു എക്സ്പ്രസ് ഡാറ്റ ഇൻ ദ ലീസ്റ്റ് പോസിബിൾ സ്പേസ്. ടേബിളാക്കി മാറ്റുമ്പോൾ ഡാറ്റയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ കുറഞ്ഞ ഷോർട്ടസ്റ്റ് സ്പേസേ എന്തിനാവശ്യം വരുള്ളൂ, ഒരു ടേബിളായിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ. ദെൻ അനദർ വൺ ഈസ് ദാറ്റ് ടു എനേബിൾ കമ്പാരിറ്റീവ് സ്റ്റഡി. ഇപ്പോൾ നമ്മൾ ടാബുലർ ഫോമിലായിട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നോർമലി രണ്ട് സെറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് കമ്പാരിസൺ മേക്ക് ചെയ്യാൻ പറ്റും. സോ കമ്പാരിസൺ പോസിബിൾ ആവും, ഡാറ്റ സ്പേസ് അവൈലബിൾ ആവും, ഡാറ്റ ക്ലിയർ ആവും. അതുപോലെ തന്നെ നമ്മുടെ എൻക്വയറി എന്താണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ഈ ടാബുലേഷൻ കൊണ്ട് പോസിബിൾ ആവും. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് ടാബിൾ പലതരത്തിലുണ്ട്. ദ ടാബിൾ ആർ ക്ലാസിഫൈഡ് സിമ്പിൾ ടാബിൾ, കോംപ്ലക്സ് ടാബിൾ, അങ്ങനെ പലതരത്തിൽ ടാബിളിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് സിമ്പിൾ ടേബിളാണ്. സിമ്പിൾ ടേബിൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഹിയർ ദ ഡാറ്റ ആർ പ്രസൻറ്റഡ് ഓൺലി ഫോർ വൺ വേരിയബിൾ, ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, അങ്ങനെ അത് മാത്രമാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് എന്ത്, സിമ്പിൾ ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ എഡ്യൂക്കേഷണൽ ലെവല് നമ്മൾ കൊടുക്കുന്നു ഇല്ലിറ്ററേറ്റ്, പ്രൈമറി, സെക്കൻഡറി, ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്, ഇങ്ങനെ 5 ക്വാളിഫിക്കേഷൻ കൊടുത്തു. 100 ആളെടുത്തുനിന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തു. അപ്പോൾ ഓരോന്നിനും ഡിഫറെൻ്റ് ആയിട്ട് ഓരോന്നുണ്ടാകും. അത് നമ്മൾ എന്ത് ചെയ്യും, എഡ്യൂക്കേഷൻ ലെവൽ എന്ന് പറഞ്ഞിട്ടും അതുപോലെ തന്നെ നെക്സ്റ്റ് കോളം റെസ്പോണ്ടൻ്റ് എന്ന് പറഞ്ഞിട്ടും നമ്മൾ എന്ത് ചെയ്യും, കൊടുക്കും. എന്നിട്ട് എഡ്യൂക്കേറ്റ് ആയിട്ടുള്ള പ്രൈമറി ഉള്ള ആളുകൾ 20 ആൾ, അതുപോലെ തന്നെ സെക്കൻഡറി ഉള്ളത് എന്താണ് 15 ആൾ, അങ്ങനെ നമ്മൾ ഓരോന്നും കൊടുക്കും. അപ്പോൾ ഇങ്ങനെ സിമ്പിൾ ഒരൊറ്റ എന്തുള്ളതാണ്, വേരിയബിൾ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതാണ് വാട്ട് ഈസ് സിമ്പിൾ ടേബിൾ എന്ന് പറയുന്നത്. ദെൻ അനദർ വൺ ഈസ് ദാറ്റ് കോംപ്ലക്സ് ടേബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് മേ കണ്ടെയ്ൻ ഡാറ്റ പെർട്ടേണിങ് ടു മോർ ദാൻ വൺ ക്യാരക്ടറിസ്റ്റിക്സ്. ഒന്നിൽ കൂടുതൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഡാറ്റ, അതായത് വേരിയബിൾസ് ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോംപ്ലക്സ് ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ സ്റ്റഡി ഈസ് റിലേറ്റഡ് ടു മോർ ദാൻ വൺ വേരിയബിൾ, ഒന്നിൽ കൂടുതൽ വേരിയബിൾ ഉള്ളതിനെയാണ് അത്തരം സ്റ്റഡിയെ നമ്മൾ പറയുന്നു മൾട്ടി വേരിയേറ്റ് അനാലിസിസ് എന്നാണ്. അപ്പോൾ കോംപ്ലക്സ് ടേബിൾ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ വേരിയബിൾ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ടേബിളിനെയാണ് കോംപ്ലക്സ് ടേബിൾ എന്ന് പറയുന്നത്.
സോ ഇറ്റ് ഇൻക്ലൂഡ്സ് വേരിയബിൾ വൺ വേ ടേബിൾ ഉണ്ട്, ടു വേ ടേബിൾ ഉണ്ട്, ത്രീ വേ ടേബിൾ ഉണ്ട്, അതുപോലെ തന്നെ മാനിഫോൾഡ് ടേബിൾ ഉണ്ട്. വൺ വേ ടേബിൾ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ഇൻ ഫാക്റ്റ് എ ടൈപ്പ് ഓഫ് സിമ്പിൾ ടേബിൾ. ഇപ്പോൾ വൺ വേ ടേബിൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ടേബിളാണ്. ഈ ടേബിളിൽ ഡാറ്റയിൽ എന്ത് ചെയ്യും, ഓൺലി വൺ ക്യാരക്ടറിസ്റ്റിക്സ് വിൽ ബി ഷോൺ. ഒരൊറ്റ ക്യാരക്ടറിസ്റ്റിക്സേ എന്ത് ചെയ്യുള്ളൂ ഈ ടൈപ്പ് ഓഫ് ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. സോ ദാറ്റ് ഈസ് വൺ വേ ടേബിൾ. നമ്മൾ നേരത്തെ പറഞ്ഞ സിമ്പിൾ ടേബിൾ തന്നെയാണ് എന്ത് വൺ വേ ടേബിൾ എന്ന് പറയുന്നത്. ഇവിടെ ഒരൊറ്റ കാര്യം, ഫോർ എക്സാമ്പിൾ മാർക്ക് ഒബ്റ്റെയിൻ ചെയ്ത ഗ്രൂപ്പ്, അവരുടെ മാർക്സ്, ഫ്രീക്വൻസീസ്, ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നു. ദെൻ അനദർ വൺ ഈസ് ദാറ്റ് ടു വേ വേരിയബിൾ. ടു വേ വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തുണ്ടായിരിക്കും, രണ്ട് ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ രണ്ട് വേരിയബിൾ, രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളൊരു ടേബിളാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ എന്താണ്, അതാണ് ടു വേ ടേബിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്ലാസ്, ഒരു ക്ലാസ് അതായത് പഠിക്കുന്ന ക്ലാസ് ഏതാണ് എന്നുള്ളത് കൊടുക്കുന്നു. അപ്പോൾ 5, 6, 7 എന്ന് പറഞ്ഞ് കൊടുത്തു. പിന്നെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ബോയ്സും ഗേൾസും, ബോയ്സ് ഗേൾസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അങ്ങനെ ആകുമ്പോൾ എന്തായി, രണ്ട് വേരിയബിളായി. അപ്പം സ്റ്റുഡൻസ് ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും ഡാറ്റ നമ്മൾ കൊടുക്കുന്നു. ദെൻ അനദർ വൺ ഈസ് ദാറ്റ് ത്രീ വേ ടേബിൾ. ത്രീ വേ ടേബിൾ എന്ന് പറയുന്നത് ദീസ് ടൈപ്സ് ഓഫ് ടേബിൾ ഡിസ്പ്ലേ ത്രീ ടൈപ്സ് ഓഫ് ആട്രിബ്യൂട്ട്. മൂന്ന് ആട്രിബ്യൂട്ട്സ് ഉള്ള ടേബിളിനെയാണ് ത്രീ വേ ടേബിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ ത്രീ ഇൻ്റർ റിലേറ്റഡ് ഓർ മ്യൂച്വൽ ആട്രിബ്യൂട്ട് ഓഫ് എ ഫിനോമിന ആർ ടു ബി ഡിസ്പ്ലേഡ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ വേരിയബിൾസ് ഉള്ള ടേബിളിനെയാണ് ത്രീ വേ ടേബിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ത്രീ വേ ടേബിൾ എന്ന് പറയുന്നത് ഇപ്പോൾ മെയിൽ ഫീമെയിൽ എന്ന് കൊടുത്തു. ഈ മെയിലിൽ തന്നെ ലിറ്ററേറ്റും ഇല്ലിറ്ററേറ്റും, ഫീമെയിലും ലിറ്ററേറ്റും ഇല്ലിറ്ററേറ്റും, ഇങ്ങനെ ടേബിൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്ത് ത്രീ വേ ടേബിൾ എന്ന് പറയുന്നത്. ദെൻ മാനിഫോൾഡ് ടേബിൾ, അടുത്ത ടേബിളാണ് മാനിഫോൾഡ് ടേബിൾ എന്ന് പറയുന്നത്. ഈ ടേബിൾ എന്ന് പറഞ്ഞാൽ ദീസ് ടൈപ്സ് ഓഫ് ടേബിൾ ഡിസ്പ്ലേ ത്രീ ടൈപ്സ് ഓഫ് ആട്രിബ്യൂട്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ ത്രീ ഇൻ്റർ റിലേറ്റഡ് ഓർ മ്യൂച്വലി റിലേറ്റഡ് ആട്രിബ്യൂട്ട് ഓഫ് എ ഫിനോമിന. അപ്പോൾ മൂന്ന് അല്ലെങ്കിൽ അതിൽ കൂടുതൽ വേരിയബിൾസ് ആട്രിബ്യൂട്ട്സ് എന്ത് ചെയ്യാണ് ഡിസ്പ്ലേ ചെയ്യുന്നതാണ് മാനിഫോൾഡ് ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള മ്യൂച്വലി റിലേറ്റഡ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് വേരിയബിൾസ് ഡിസ്പ്ലേ ചെയ്യുന്ന ടേബിളാണ് മാനിഫോൾഡ് ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ടേബിൾ മെയിനായിട്ടും രണ്ട് തരത്തിലാണുള്ളത്. സിമ്പിൾ ടേബിൾ ഉണ്ട്, കോംപ്ലക്സ് ടേബിൾ ഉണ്ട്. ഈ കോംപ്ലക്സ് ടേബിൾ തന്നെ വൺ വേ ടേബിൾ, ടു വേ ടേബിൾ, ത്രീ വേ ടേബിൾ ആൻഡ് മാനിഫോൾഡ് ടേബിൾ. ഇനി പാർട്സ് ഓഫ് എ ടേബിൾ, ടേബിളിൻ്റെ പാർട്സ്. ഒരു ടേബിൾ ഉണ്ടാകുമ്പോൾ അത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ ആകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അതിന് കൊടുക്കേണ്ടതെന്ന്. ഫസ്റ്റ് വൺ ടൈറ്റിൽ ഓഫ് ദി ടേബിളാണ്. ടേബിളിൻ്റെ ടൈറ്റിൽ നമുക്കറിയാം, ടേബിളിൻ്റെ ടൈറ്റിൽ നിർബന്ധമാണ്, അത് ഇവിടെ പ്ലേസ് ചെയ്യുക എബവ് ദ ടേബിൾ. മറ്റൊന്ന് ക്യാപ്ഷൻ ഓർ ടൈറ്റിൽ ഓഫ് ദി കോളം ഹെഡിങ് നമ്മൾ കൊടുക്കണം, അതിനാണ് ക്യാപ്ഷൻ എന്ന് പറയുന്നത്. ക്യാപ്ഷൻ CAPTION. അതായത് ഇറ്റ് ഈസ് ആൾസോ ടേംഡ് ആസ് എ ബോക്സ് ഹെഡ്. ദർ മേ ബി സബ് ക്യാപ്ഷൻ അണ്ടർ ദ മെയിൻ ക്യാപ്ഷൻ. അപ്പോൾ നമ്മൾ കോളം ഹെഡിങ് കൊടുക്കുന്നതിനെയാണ് ക്യാപ്ഷൻ എന്ന് പറയുന്നത്. സ്റ്റെബ് എന്ന് പറഞ്ഞാൽ റോ ഹെഡിങ് ആണ്. ഇറ്റ് റെഫേഴ്സ് ടു ദ ടൈറ്റിൽ ഗിവൺ ടു റോക്ക് നമ്മൾ ഹെഡിങ് കൊടുക്കും. അതിനെയാണ് എന്ത് ചെയ്യുന്നത് സ്റ്റെബ് എന്ന് പറയുന്നത്. ദെൻ അനദർ വൺ ഈസ് ദാറ്റ് ബോഡി എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ മെയിൻ ബോഡി ഓഫ് ഇൻഫർമേഷൻ നീഡഡ് ഫോർ ദി റിസർച്ച് വർക്ക്. അത് മെയിൻ പാർട്ടാണ്, ടേബിളിൻ്റെ മെയിൻ പാർട്ടാണ് ബോഡി എന്ന് പറയുന്നത്. ദെൻ അനദർ വൺ ഈസ് ദാറ്റ് എൻഡ് നോട്ട് എന്ന് പറഞ്ഞാൽ ഫുഡ് നോട്ടാണ്. അതായത് നമ്മൾ ടേബിളിൻ്റെ ബിലോയിൽ എന്താണ് ഇപ്പോൾ അബ്രീവിയേഷനോ ക്യാപ്ഷൻ, അതായത് ഇപ്പോൾ എക്സ്പാൻഷൻ ഓഫ് അബ്രീവിയേഷൻ ടു ക്യാപ്ഷൻ കൊടുത്തതിന്, സ്റ്റെബ് കൊടുത്തതിന്, അല്ലെങ്കിൽ മെയിൻ ബോഡി കൊടുത്തതിന്, അതിനൊക്കെ എന്തെങ്കിലും അബ്രീവിയേഷനാണ് നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ അത് എക്സ്പാൻഡ് ചെയ്തിട്ട് എൻഡ് നോട്ടായിട്ട് കൊടുക്കും, ഫുഡ് നോട്ടായിട്ട് കൊടുക്കും.
ദെൻ അനദർ വൺ ഈസ് ദാറ്റ് സോഴ്സ് നോട്ട്. സോഴ്സ് നോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ടേബിളിലുള്ള ഇൻഫർമേഷൻ, ഇഫ് ദ ടേബിൾ ഈസ് ബേസ്ഡ് ഓൺ ഔട്ട്സൈഡ് ഇൻഫർമേഷൻ ഇറ്റ് ഷുഡ് ബി മെൻഷൻ ഇൻ ദ സോഴ്സ് നോട്ട് ബിലോ. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റ് നോക്കിയാൽ, ഇപ്പോൾ നാഫ്സ്കോബിൻ്റെ അല്ലെങ്കിൽ RBIൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ സെബിൻ്റെ ഒക്കെ വെബ്സൈറ്റിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത് എങ്കിൽ ആ സോഴ്സ് നമ്മൾ കാണിക്കൽ നിർബന്ധമാണ്. അങ്ങനെ നമ്മൾ കാണിക്കുന്നതാണ് സോഴ്സ് നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൻ്റെ പാർട്സ്: ടൈറ്റിൽ ഓഫ് ദി ടേബിൾ, ക്യാപ്ഷൻ, സ്റ്റെബ്, ബോഡി, എൻഡ് നോട്ട്, സോഴ്സ് നോട്ട്. ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് ടാബുലേഷൻ. ടേബിളിൻ്റെ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യൽ മസ്റ്റാണ്. ഇപ്പോൾ ഡാറ്റ സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മുടെ അനാലിസിസ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടേബിളാക്കി മാറ്റുന്നത്. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂൾസ് എന്ന് പറയുന്നത്, പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്: ഫസ്റ്റ് വൺ, ദ ടൈറ്റിൽ ഓഫ് ദ ടേബിൾ ഷുഡ് ബി ഷോർട്ട് ആൻഡ് കൺവേ ദ വെരി പർപ്പസ് ക്ലിയർലി. നമ്മൾ ടേബിളൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്, ആ ടൈറ്റിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവണം എന്താണ് ആ ടേബിളിനകത്തുള്ളത് എന്നുള്ളത്. അപ്പോൾ അത്രയും സ്പെസിഫിക്കും ക്ലിയറും ആയിരിക്കണം. ദെൻ എവരി ടേബിൾ ഷുഡ് ഹാവ് ഡിസ്റ്റിങ്ക്റ്റ് നമ്പർ. ഓരോ ടേബിളിനും നമ്മൾ ഇപ്പോൾ ഒരു റിസർച്ചിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ടേബിൾസ് ഉണ്ടായിരിക്കും, തിസീസിൽ ഒരുപാട് ടേബിൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് നമ്പർ കൊടുക്കണം, ഓരോ ടേബിളിനും നമ്പർ കൊടുക്കണം. ദെൻ ക്യാപ്ഷൻ ആൻഡ് സ്റ്റെപ്പ് ഷുഡ് പ്രിസൈസ്ലി ആൻഡ് പ്രോപ്പർലി ഗിവൺ. ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കോളം ഹെഡാണ്, സ്റ്റെപ്പ് എന്ന് പറഞ്ഞു റോ ഹെഡാണ്. അപ്പോൾ അത് എന്ത് ചെയ്യണം, പ്രിസൈസ് ചെയ്യണം, ക്ലിയർ ആയിരിക്കണം. ദെൻ സൈസ് ഓഫ് ദ കോളം ആൻഡ് റോ ഷുഡ് നോട്ട് ബി ടു നാരോ ഓർ ടു വൈഡ്. കോളത്തിൻ്റെയും റോൻ്റെയും സൈസ് ഒന്നും എന്തായാലും കുറവും ആവരുത്, കൂടുതലും ആവരുത്. ദെൻ അനദർ വൺ ഈസ് ദാറ്റ് റോ ആൻഡ് കോളംസ് മേ ബി നമ്പർ ടു ഫെസിലിറ്റേറ്റ് ഈസി റെഫറൻസ്. റോയും കോളമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്പർ കൊടുക്കാം. അത് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ പറ്റും. ദെൻ അനദർ വൺ ഈസ് ദാറ്റ് യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഷുഡ് ബി ക്ലിയർലി ഷോൺ. മെഷർമെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂണിറ്റ് മെഷർമെൻറ്റ് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യാൻ പറ്റും. ദെൻ ദ ടോട്ടൽ ഓഫ് റോ ആൻഡ് കോളം ഷുഡ് ബി ഗിവ് സെപ്പറേറ്റ്ലി. റോയും കോളമൊക്കെ നമുക്ക് സെപ്പറേറ്റ് റോ കൊടുക്കാം. ദെൻ അവോയ്ഡ് അബ്രീവിയേഷന് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക, ഷോർട്ടായിട്ട് നമ്മൾ കൊടുക്കാതിരിക്കുക. പിന്നെ അതിൻ്റെ എക്സ്പാൻഷനും കൊടുക്കുകയൊക്കെ വേണ്ടി വരും. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, അബ്രീവിയേഷന് എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്താണ് ടാബുലേഷൻ, എന്തൊക്കെയാണ് ടാബുലേഷൻ്റെ ഒബ്ജക്റ്റീവ്സ്, ടൈപ്സ് ഓഫ് ടേബിൾ എന്താണ്, ഏതൊക്കെയാണ്, and then parts of a statistical table, then principles of tabulation. Okay.